മനുഷ്യന് സ്വർഗത്തിലേക്ക് കയറാനുള്ള ഗോവണിയായിട്ടാണ് പരിശുദ്ധ അമ്മയെ വിശുദ്ധ അംബ്രോസ് അവതരിപ്പിക്കുന്നത്. ആകാശദൂത് എന്ന സിനിമ കണ്ട് കരയാത്തവരുണ്ടാകില്ല. മിടുക്കരായ മക്കളെയെല്ലാം ഓരോരുത്തർ ഏറ്റെടുത്തു കൊണ്ടുപോകുമ്പോൾ മുടന്തനായ തൻ്റെ മകനെക്കുറിച്ചോർത്ത് വിലപിച്ച ആ സിനിമയിലെ അമ്മയുടെ ദുഃഖത്തിൽ നാമും പങ്കുചേർന്നതാണ്. എത്ര മക്കളുണ്ടായാലും തൻ്റെ മക്കളിൽ കഴിവോ ആരോഗ്യമോ ബുദ്ധിശക്തിയോ കുറവുള്ളവനോട് ഒരമ്മ കാണിക്കുന്ന സ്നേഹക്കൂടുതൽ അത് മാതൃഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെയെങ്കിൽ പല വിധത്തിലുള്ള വേദനകളിലൂടെയും ക്ലേശങ്ങളിലൂടെയും കടന്നു പോകുന്ന നമ്മുടെ കൈ പിടിക്കാതിരിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കില്ലെന്ന് തീർച്ച. രക്ഷാകര ചരിത്രത്തിലുടനീളം പരിശുദ്ധ അമ്മയുടെ സജീവ സാന്നിധ്യമുണ്ടെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ 7 തവണ മാത്രമേ മറിയം സംസാരിക്കുന്നതായി നാം കാണുന്നുള്ളൂ. ആദ്യത്തേത് 2 ദൈവദൂതനോട്, അടുത്തത് ദൈവത്തിനുള്ള സ്തോത്രഗീതം, 4-ാമത്തേത് ഏലീശാമ്മയോട്, 1 പ്രാവശ്യം ദേവാലയത്തിൽ വെച്ച് ഈശോയോട്. 6-7 വാചകങ്ങൾ കാനായിൽ വെച്ച് ഈശോയോടും പരിചാരകരോടുമായി പറഞ്ഞവയാണ്. കാനായിൽ വീഞ്ഞു തീർന്നുപോയ ആതിഥേയൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവർക്ക് വേണ്ടത് നൽകാൻ മകനെ നിർബന്ധിക്കുന്ന പരിശുദ്ധ അമ്മയെയാണ് നാം അവിടെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിലെ വീഞ്ഞു തീർന്നുപോയ അവസ്ഥകളെയും പരിശുദ്ധ അമ്മ കാണട്ടെ. നമ്മുടെ വേദനയും കുറവുകളും നമ്മുടെ കണ്ണുനീരും അമ്മയുടെ മനസ്സലിയിക്കും. മംഗളവാർത്ത മുതൽ മേരി എന്ന പെൺകുട്ടി നേരിടേണ്ടി വന്ന സഹന അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ തൊട്ടറിയാനുള്ള കഴിവ് നേടിയ ഒരമ്മയെയാണ് ഈശോ നമുക്ക് സമ്മാനിച്ചത്. തെറ്റിദ്ധരിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്നവൻ്റെ വേദന അവൾക്ക് മനസ്സിലാകും. കുറ്റപ്പെടുത്തലിൻ്റെയും ശത്രുഭയത്തിൻ്റെയും തിരസ്കരണത്തിൻ്റെയും വേദന അവൾക്ക് കണ്ടറിയാനാകും. ദാരിദ്ര്യവും കഷ്ടതയും അവളും അനുഭവിച്ചതാണ്. തങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന മക്കളുടെയും മക്കളെ പ്രതി അനുഭവിക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങളുടെയും ജീവിതം അവൾക്ക് പരിചിതമാണ്. നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വാദിക്കാനെത്തുന്ന വക്കീലായി പരിശുദ്ധ അമ്മയുണ്ട് എന്ന ബോധ്യത്തോടും പരിശുദ്ധ അമ്മയുടെ യാചനകൾക്കു നേരെ ചെവിയടയ്ക്കാൻ ഇന്നോളം തിരുക്കുമാരന് സാധിച്ചിട്ടില്ല എന്ന വിശ്വാസത്തോടും കൂടെ നമ്മെ തന്നെ പരിശുദ്ധ അമ്മയുടെ കൈകളിലേക്ക് വെച്ചുകൊടുത്ത് ഏറ്റവും സ്നേഹത്തോടെ അമ്മയെ എന്ന് വിളിച്ചപേക്ഷിക്കാൻ മക്കളായ നമുക്ക് ശ്രമിക്കാം. എത്രയും ദയയുള്ള മാതാവേ എന്ന ജപം ഒരുപാട് സ്നേഹത്തോടെ ചൊല്ലി അമ്മയ്ക്ക് സമ്മാനിക്കാം.